നമ്മോട് ആവശ്യമായ ദിവ്യമാലകളെ അറിയിക്കും. അതിനായിട്ട് കർത്താനുദാസൻ പാസ്റ്റർ VT ജോസഫ് അവളെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ഒടുവിലായിട്ട് കർത്താനുദാസന് സഭയുടെ വിശേഷയുടെ പ്രേഴ്സൻ്റെ ഒരു സ്നേഹോപകാരം നാം കൊടുക്കുന്നതായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. എല്ലാവരെയും പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 3 മാസം നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, പ്രിയ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വലിയ ആഴമേറിയ ബന്ധം ഇവിടെയുള്ള ദൈവമക്കളുമായി ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു. പലരുടെയും പേരെടുത്ത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് ശരിയല്ലല്ലോ. എല്ലാ ദൈവമക്കളും ഞങ്ങളോട് വളരെയധികം സ്നേഹവും കൂട്ടായ്മയും കാണിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഇവിടെയുള്ള പ്രിയ ദൈവദാസൻ വളരെ സ്നേഹത്തോടെ താഴ്മയോടെ കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുകയും ഞങ്ങളോട് അതേ നിലകളിൽ സഹകരിക്കുകയും ചെയ്ത പ്രിയ ദൈവദാസനോടും കുടുംബത്തോടും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയ പ്രദേശ പാസ്റ്റർ പ്രിയ ദൈവദാസനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനിയ കർത്തൃദാസൻ തോമസ് വർഗീസ്, ഞങ്ങൾ ഒരു കൂട്ടുവേലക്കാരായി കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിപ്പാൻ ദൈവം അവസരം നൽകി. എല്ലാറ്റിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദൈവമാണ്. നാം നിത്യതയിലെത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ എത്തിയില്ലെങ്കിൽ എന്ത് കഷ്ടം. പ്രിയ പിതാവേ, മാതാവേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിത്യതയിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേദനയുണ്ടാകുമോ? പ്രൈസ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ദൈവകൃപയിൽ വളരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ചെറിയൊരു ബുദ്ധിമുട്ടുകൂടെ എനിക്കുണ്ട്. പനിയുടെ ചെറിയൊരു പ്രയാസമുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യാത്രയിലൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ദൈവം സഹായിക്കേണ്ടതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ചൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഒന്നും പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ഞാൻ മല്ലപ്പള്ളിക്ക് ക്ഷണിക്കുന്നുണ്ട്. ക്ഷണിക്കുന്നുണ്ടെന്നല്ല, ക്ഷണിച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ നാട്ടിൽ വരുമ്പോൾ അവിടെ വരണം. നിങ്ങളെ വീണ്ടും കാണുവാൻ ഒക്കെ ദൈവം കൃപ നൽകട്ടെ. ഒരു പാട്ടിൻ്റെ ഒരു ചാൻസ് പാടി ഞാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം വഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം വഴിയും. പിന്നെ പുതുയുഗം വിരിയും, നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നിത്യതയിൽ. പ്രൈസ് ദി ലോർഡ്. നീടുവാൻ യേശുരാജൻ നാളുകൾ നമ്മുടെ ആദികൾ നേടുവാൻ അധികമില്ലിനിയും. നാളുകൾ നമ്മുടെ ആദികൾ ദൈവവചനം നമ്മെ ബലപ്പെടുത്തുന്നതാണ്. ദൈവവചനം നമ്മെ ശക്തീകരിക്കുന്നതാണ്. ദൈവവചനം നമ്മെ സൗഖ്യമാക്കുന്നതാണ്. ദൈവവചനം നമ്മുടെ പാതയ്ക്ക് ദീപമാണ്. വചനത്തിൽ നമുക്ക് ആശ്രയിക്കുകയും
വചനത്തിൽ നിലനിൽപ്പാൻ ദൈവം സഹായിക്കുകയും ചെയ്യട്ടെ. പാടുമ്പോൾ മാത്രമല്ല നമുക്ക് ആത്മാവുള്ളത്, വചനം കേൾക്കുമ്പോഴും. കാരണം അവർ പാടി ആരാധിച്ചപ്പോൾ വലിയ പ്രവൃത്തികളൊക്കെ ദൈവവചനത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ദൈവവചനം കേട്ടവരുടെ മേൽ ഉറക്കം വന്ന് ഞാൻ ഓർത്ത് വായിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവവചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു, അവർ ദൈവത്തെ സ്തുതിച്ചു എന്ന് എനിക്ക് കേൾക്കുവാൻ, വായിക്കുവാൻ, അറിയുവാൻ ഒക്കെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങോട്ട് പോകാനല്ലേ നമ്മളിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസവും നിങ്ങളോട് ഓർപ്പിച്ചു. ഞാൻ വായിച്ച കുറിവാക്യം നമുക്കറിയുള്ളല്ലോ, പ്രത്യാശ. ആർക്കെങ്കിലും പറയാമോ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം ഒരുമിച്ച് നമ്മുടെ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കും. എനിക്ക് ആ ഭാഗം വായിക്കുമ്പോൾ ഒരു പദം വലിയ സന്തോഷമാണ്. ഇങ്ങനെ നാം ഒരുമിക്കും. എങ്ങനെ? മരിച്ചുപോയ വിശുദ്ധന്മാർ കാഹളനാദം കേൾക്കുമ്പോൾ അവരുടെ കല്ലറകളെ ഭേദിച്ച് അവർ പുറത്തു വരും. അവർ പുറത്തു വരുന്ന സമയത്ത് ഇവിടെ ഇന്ന് പകൽക്കാലം ഇവിടെ കയറി വരുവീൻ എന്നുള്ള ഇമ്പമായ ശബ്ദം കേട്ടാൽ ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ അവരോട് കൂടെ ഒരുമിക്കും. ആരോടുകൂടെ? ഇന്ന് വരെ, ഈ നിമിഷം വരെ മരിച്ചുപോയ വിശുദ്ധന്മാർ രൂപാന്തര ശരീരികളായി തീരും. ഇവിടെ ജീവനോടെ ശേഷിക്കുന്ന നാമും രൂപാന്തരപ്പെടും. ഇങ്ങനെ നാം ഒരുമിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര സന്തോഷമാണ്, എത്ര സന്തോഷമാണ്! ഇങ്ങനെ നാം ഒരുമിക്കും. നമ്മുടെ പ്രിയ പിതാക്കന്മാർ, നമ്മുടെ പ്രിയ മാതാക്കൾ, നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ ഈ ലോകം വിട്ടുപോയവരുണ്ട്, കർത്താവിൽ വിശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ അവരോടൊരുമിച്ച് നാം ചേർക്കപ്പെടുന്നൊരു സമയമുണ്ട്. ഞങ്ങൾ ഈ സെമിത്തേരിയിൽ ശവമടക്കുമ്പോഴേ ഒരു പദം ശ്രദ്ധിച്ച് സാധാരണ പറയാറുള്ളൂ. കുഴിയിലേക്ക് ഡെഡ് ബോഡി വെച്ചിട്ട് മണ്ണിടുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് സാധാരണ പറയും, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാളിൽ പ്രിയ പിതാവേ, മാതാവേ, നീയും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടെ നിന്നെ മണ്ണിന് മണ്ണായും പൂഴിക്ക് പൂഴിയായും തിരികെ ഏൽപ്പിക്കുന്നു. എന്നാൽ വിശ്വാസികളിൽപ്പെട്ട ചിലരുണ്ടല്ലോ, അവർ മരിച്ചുപോയാൽ ഞങ്ങൾക്കറിയാൻ പോകത്തില്ലെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയത്തുള്ളൂ, പ്രിയ സഹോദരാ, പോയിക്കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ബുദ്ധിയുള്ളവർക്കേ മനസ്സിലാകത്തുള്ളല്ലോ, അല്ലാത്തവർക്കാർക്കും മനസ്സിലാകത്തില്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് സന്തോഷത്തോടുകൂടെ പോവുകയും ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഞാൻ ഓർപ്പിച്ചത്, ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ഏക പ്രത്യാശ നമ്മുടെ പ്രിയന്റെ വരവാണ്. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, ഞാൻ വേഗത്തിൽ ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഭാഗം വേഗത്തിൽ തന്നെ ഓർപ്പിച്ച് ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് വരാം.
യേശു വരും. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? കേട്ട നിങ്ങളൊന്ന് പറഞ്ഞേ. ആരുമില്ല എൻ്റെ കൂടെ? ആരും കേട്ടില്ലായിരുന്നോ? യേശു വരും എന്നാര് പറഞ്ഞു? അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കാൻ തോന്നുന്നല്ലേ? യേശു വരുമെന്ന് യേശു തന്നെ പറഞ്ഞു. ഞാൻ പോയതുപോലെ വീണ്ടും വരും. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എൻ്റെ അടുക്കൽ, ഞാൻ ആ ഭാഗം പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ വേഗത്തിൽ വിടുന്നത്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പോകണോ? പിതാവിൻ്റെ അടുക്കൽ പോയി ഇരിക്കണമോ? നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ പോയി ഇരിക്കണമോ? ഈ ലോകത്തിലെ കഷ്ടതകൾ തീരാറായി, ഈ ലോകത്തിലെ വേദനകൾ തീരാറായി, ഇവിടുത്തെ ദുഃഖങ്ങൾ തീരാറായി. നാം എത്ര പേർ എത്ര ദിവസങ്ങൾ ജീവിച്ചിരിക്കും, എത്ര നാളുകൾ ജീവിച്ചിരിക്കുമെന്ന് നാം അറിയുന്നില്ല. എപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ വരവാകാം. അപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ വരുമെന്ന്. അടുത്തത് നമുക്കറിയാം, അപ്പോസ്തലന്മാർ പറഞ്ഞു കർത്താവ് വരുമെന്ന്. അവൻ പോയതുപോലെ നമ്മുടെ യേശു മടങ്ങി വരുമെന്ന് അപ്പോസ്തലന്മാർ പറയുവാനിടയായി തീർന്നു. പടിനിമ ഭക്തനായ ഹാനോക്ക് പറഞ്ഞു യേശു മടങ്ങി വരുമെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമുക്ക് അടുത്ത് കാണുവാൻ കഴിയുന്നു, യേശു സ്വർഗ ആരോഹണം ചെയ്യുമ്പോൾ 2 ദൂതന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. നമുക്കറിയാം, യേശു ജനിക്കുമെന്ന് ഒരു ദൂതൻ വന്ന് ആലോചന പറഞ്ഞപ്പോൾ യേശു തിരികെ വരുമെന്ന് ശുഭ്രവസ്ത്രധാരികളായ 2 പുരുഷന്മാർ ആ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് പറഞ്ഞത്, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ ആരോഹണം ചെയ്ത യേശു, അവൻ പോയതുപോലെ അവൻ വീണ്ടും വരും. നമ്മുടെ പ്രത്യാശ അതാണ്. നമ്മുടെ കർത്താവ് വേഗം വരും. നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് വസിക്കും എന്നുള്ളതാണ്. ഏത് സമയത്ത് കർത്താവ് വരുമെന്ന് ഞാൻ പറഞ്ഞു. ഏത് സമയത്താ? എപ്പോഴാ കർത്താവ് വരുന്നത്? നിനയാത്ത നാഴികയിൽ, നീ പ്രതീക്ഷിക്കാത്ത നാഴികയിൽ, നീ ഏതെങ്കിലും ജോലി ചെയ്യുന്ന സമയങ്ങളിലായിരിക്കാം, നീ നിന്റെ ഓഫീസിലിരിക്കുന്ന സമയത്തായിരിക്കാം, നീ ഏത് പ്രവൃത്തി ആയിരിക്കുമ്പോഴും യേശു വരുവാനിടയായിത്തീരും. യേശുവിൻ്റെ അടുക്കൽ നമുക്ക് ഏവർക്കും പോകണം. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളോടും ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ യേശു കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങൾ കൊടുക്കണം. ഇന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പരാജയമാണ് ഇതുപോലെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവരെ എഴുന്നേറ്റ് നമ്മൾ ഈ വാക്യം പറയിപ്പിക്കും. നല്ല കാര്യമാണ്, കുഞ്ഞുങ്ങൾ കുറേ വാക്യം പഠിക്കും, അവരെ കൊണ്ടത് പറയിപ്പിക്കുക തന്നെ ചെയ്യണം. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ, യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിപ്പാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പറഞ്ഞു മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിന് രക്ഷകനായി, കർത്താവും ദൈവവുമായി അവർ അംഗീകരിപ്പാൻ ഇടയായി തീരണമെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് പലയിടത്തും നമുക്ക് കാണുവാൻ കഴിയുന്നു, രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടുന്ന ഒരു കൂട്ടം പ്രിയപ്പെട്ടവരുണ്ട്. പല പ്രിയപ്പെട്ടവരും ഇതുപോലെ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞതാ, എന്താ വാക്യം പറഞ്ഞതാ, അവരുടെ ചിന്ത ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാ. അല്ല, നിങ്ങളാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വന്തം രക്ഷകനായി, കർത്താവായി സ്വീകരിച്ച് ഏറ്റുപറയണമെന്ന് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളോട് ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നിനയാത്ത നാഴികയിൽ നമ്മുടെ കർത്താവ് വരും. എപ്പോഴാണ് എൻ്റെ സഹോദര മൃത്യു വരുന്ന? പാടുന്നൊന്നുമില്ല, ദൈവത്തിന് ഏത് നിമിഷവും നമ്മുടെ കർത്താവ് വരാം. ആയതുകൊണ്ട് നാം ഒരുങ്ങിയിരിക്കണം. എങ്ങനെ വരും? യേശു എങ്ങനെ വരും? അവൻ പോയതുപോലെ, അങ്ങോട്ട് പോയതുപോലെ അവൻ വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. എവിടെ വരും? നമ്മുടെ കർത്താവായ യേശു മേഘങ്ങളിൽ വെളിപ്പെടും. ആകാശമേഘങ്ങളിൽ നമ്മുടെ കർത്താവ് വെളിപ്പെടും. നമ്മൾ സാധാരണ ഒരു പാട്ട് പാടാറുണ്ട്. ഞാൻ ആ പാട്ട് പാടുമ്പോൾ ആ വരികൾ പാടാറില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശു എനിക്ക് നല്ലവൻ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, അതിൻ്റെ ലാസ്റ്റ് ചാൻസ് അങ്ങനെ, ലാസ്റ്റ് ചാൻസ് ആർക്കും അറിയില്ലേ? എൻ്റെ ക്ലേശമെല്ലാം
തെറ്റ് മനസ്സിലായോ? ആർക്കെങ്കിലും തെറ്റ് മനസ്സിലായോ? നമ്മുടെ കർത്താവ് രാജാവായിട്ടല്ല ആകാശമേഘങ്ങളിൽ വരുന്നത്. നമ്മുടെ കർത്താവ് ആകാശമേഘങ്ങളിൽ വരുന്നത് തൻ്റെ സഭയെ ചേർക്കുന്ന കാന്തനായിട്ടാണ്. നമ്മുടെ ക്ലേശങ്ങളെല്ലാം തീർന്നു പോകും, നമ്മുടെ കഷ്ടങ്ങളെല്ലാം മാറിപ്പോകും. നമ്മുടെ യേശു കർത്താവ് മേഘങ്ങളിൽ വെളിപ്പെടുന്നത് സഭയുടെ കാന്തനായ കർത്താവ്, നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ്, അവൻ കാന്തനായി വെളിപ്പെടും. ആ പാട്ട് പാടുമ്പോൾ ഞാൻ ആ ചാൻസ് ഇങ്ങനെ പാടത്തുള്ളൂ. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോവും, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ, അവൻ കാന്തനായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ കാന്തനായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. നിങ്ങൾ രാജാവിനെ സേവിക്കാനായി ഇരിക്കുന്നതെങ്കിൽ, ഇരിക്കുന്നതെങ്കിൽ കുറേ 7 വർഷം കൂടെ കഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ്. അപ്പം പിന്നെ ആരൊക്കെ കാണും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ കഴിയയില്ല. അപ്പോൾ കർത്താവ് വരും. ഗംഭീരനാദം. എന്തിനാണ് ഈ ഗംഭീരനാദം? വിശുദ്ധന്മാർ ഉയർക്കുവാൻ. പിന്നെ പ്രധാന ദൂതന ശബ്ദം എന്തിനാണ്? നമ്മുടെ ശരീരത്തെ ശത്രു പിശാച് നമ്മുടെ ശരീരത്തെക്കുറിച്ച് തർക്കിച്ച് വാദിക്കുവാൻ തുടങ്ങും. ഇവൻ അന്ന് കള്ളം പറഞ്ഞു, ഇവൻ അവരുടെ പൈസ കുറച്ചെടുത്തിട്ടുണ്ട്, അത് കൊടുത്തിട്ട് നമ്മൾ മറന്നു പോയാലും അവൻ മറക്കത്തില്ല. അവനെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുക. ദൈവത്തിൻ്റെ ദാസനായ മോശ, ഇതാ അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരത്തിന് ആരവകാശം പറഞ്ഞു? പിശാച് അവകാശം പറഞ്ഞു. ഈ ശരീരം എനിക്കുള്ളതാണ്. കാരണം എന്താ? ഈ ശരീരം എനിക്കുള്ളതെന്ന് ഞാൻ അവകാശം പറയുന്നത് കാരണം ആ പാറയോട് കൽപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ അവൻ പാറയെ അടിച്ചവനാണ്. അവൻ ക്രിസ്തുവിനെ രണ്ടാമത് ക്രൂശിച്ചവനാണ്. അവൻ്റെ ശരീരം എനിക്കുള്ളതാണ്. മാത്രമല്ല അവനൊരു മിസ്രൈമിനെ കഴിഞ്ഞ കാലത്ത് തല്ലിക്കൊന്നതാണ്. ഇതുകൊണ്ട് ഈ ശരീരത്തോട് തർക്കിച്ച് വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രധാന ദൂതനായ മീഖായേൽ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് നിന്നെ ഭർഷിക്കുന്നുവെന്ന് പറഞ്ഞ് ആ മോശയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെയെങ്കിൽ നമുക്ക് അവകാശം പറയാൻ വല്ലപ്പോഴും ഉണ്ടോ ആ പുള്ളിക്ക്? ഇങ്ങനെ നമ്മൾ ആ ഉയർത്തെഴുന്നേറ്റ് പോകുന്ന ആ സമയം ശ്രദ്ധിച്ച്, ഈ പുള്ളി വല്ലതും വന്ന് നമ്മുടെ കൊങ്ങായിക്ക് പിടിക്കുമോ, നമ്മുടെ കൈക്ക് പിടിക്കുമോ, എന്തെങ്കിലും പറഞ്ഞ്? നമ്മളാരും അതിനെക്കാട്ടി വിശുദ്ധരായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അല്ലേ? സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. പിന്നെ പ്രധാന ദൂതൻ്റെ ശബ്ദം നമുക്കറിയാം. ഗംഭീരനാഥം ഉയർപ്പിന് വേണ്ടിയുള്ളതാണ്. ഞാൻ വേഗത്തിൽ പോകുന്നത് കൊണ്ടാണ് അല്പം ധൃതി കൂട്ടുന്നത്. എനിക്കത് നിർത്തിപ്പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് നിങ്ങൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കാഹളം എന്തിനു വേണ്ടിയാണ്? സഭ പുറപ്പെടുവാൻ, ദൈവത്തിലേക്ക് പോകുവാൻ. ദൈവത്തിൻ്റെ കാഹളം ധ്വനിക്കും. അടുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ കാഹളം ധ്വനിക്കുമ്പോൾ വിശുദ്ധന്മാർ ഉയർക്കും. നമുക്കറിയാം, യേശു കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന് പേര് പറഞ്ഞാണ് വിളിച്ചത്. എങ്ങനെ? ലാസറേ പുറത്തു വരിക എന്ന്. മരിച്ചുപോയ വിശുദ്ധന്മാരെ വരുവീനെന്ന് പറഞ്ഞില്ലെങ്കിൽ സകല പുള്ളികൾ എഴുന്നേറ്റ് വന്നേനെ. എന്നാൽ കർത്താവ് അന്നേരം പറഞ്ഞത് ലാസറേ പുറത്തു വരിക എന്നുള്ളതാണ്. വേഗത്തിലൊരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ ലേഖനം, സുവിശേഷം 5-ാം അധ്യായമാണെന്ന് തോന്നുന്നല്ലേ. കല്ലറകളിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുമെന്നുള്ളൊരു ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറയിൽ ഉള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കും. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. രണ്ടു കൂട്ടരും ഉയർത്തെഴുന്നേൽക്കും.
എന്നാൽ ആദ്യം ഉയർത്തെഴുന്നേറ്റ് വരുന്നത് വിശുദ്ധന്മാരാ. അടുത്ത ഒരു ഉയർപ്പുണ്ട് മറ്റവർക്ക് വേണ്ടിയുള്ളതാണ്. അത് ന്യായവിധിച്ച് അവരെ നരകത്തിലേക്ക് തള്ളാൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശുദ്ധന്മാർ ഉയർക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കാണുമോ? ആ പേര് പാട്ട് പാടുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കത്തൽക്കാകളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാം പാർത്തലെ രക്ഷാപ്പെട്ടോരക്കേരെ കൂടിയ പേർ വിളിക്കും. നമ്മുടെ പേര് പറഞ്ഞൊന്ന് പാടാമോ? പ്രൈസ് ദി ലോർഡ്. പേര് വിളിക്കും നേരം കാണും ഈ ജോസഫ്, പേര് വിളിക്കും നേരം കാണും ഈ സാംബാസും, പേര് വിളിക്കും നേരം കാണും തോമസ് വർഗീസ് പാസും. ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പേർ വിളിക്കും നേരം എൻ്റെ പേരും കാണും. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ വിശുദ്ധന്മാർ ഉയർക്കുന്നു. അപ്പോൾ ഭൂമിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? വിശുദ്ധന്മാർ ഉയർക്കുന്നു. വെളിപ്പാട് പുസ്തകം 20:6 ഒന്ന് വായിച്ചേ. മരിച്ചവർ ഉയർക്കുന്നു. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ ആർക്ക് അവകാശമില്ല? രണ്ടാം മരണത്തിന് അവകാശമില്ല. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ എടുക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയണം. അടുത്തതായിട്ട് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന അടുത്ത ഒരു കാര്യം, വിശുദ്ധന്മാരെല്ലാവരും രൂപാന്തരം പ്രാപിക്കും. മനസ്സിലായോ? മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽത്ത് മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാരും എന്ത് പ്രാപിക്കും? രൂപാന്തരം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നാം കൊരിന്ത്യ ലേഖനം 15 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ദ്രവത്വമുള്ള ഈ ശരീരം മാറിപ്പോകും. ഇത് ദ്രവത്വമുള്ള ശരീരമാണ്, ഇത് വേദനയുള്ള ശരീരമാണ്, ഇത് രോഗങ്ങളുള്ള ശരീരമാണ്. ഈ ശരീരം മാറിപ്പോകും. വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു ശരീരം നമുക്ക് ലഭിക്കും. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് മരണമില്ലാത്ത അമർത്യത്തെയും പ്രാപിക്കുമെന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നാം ഒരുമിച്ച് എന്ത് ചെയ്യും? കർത്താവിൽ എടുക്കപ്പെടും. ആ ഒരു കാഴ്ചയൊക്കെ ഇങ്ങനെ ഈ ചുമ്മാക്കണ രാത്രിയിൽ നാളത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാതെ വിശുദ്ധന്മാരൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നതും വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നതും, ഇന്ന് രാത്രി ഈ പകല് കർത്താവിൻ്റെ വരവാകുന്നുവെങ്കിൽ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നതല്ലേ? വിശുദ്ധന്മാർ ഇവിടെ രൂപാന്തരപ്പെടും. നമ്മളെല്ലാവരും കൂടെ എടുക്കപ്പെടുകയും ചെയ്യുവാൻ ഇടയായിത്തീരും. ആ സമയത്താണ് ഒത്തിരി നമ്മുടെ ടിവിയുടെ മുൻപിലെല്ലാം ആളായിരിക്കും. എന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങളെ കാണാനില്ല. ഇന്നലെ ചാക്കോച്ചനും അപ്രാച്ചനും ഒന്നിച്ച് കിടന്നതാണ്. പക്ഷേ നേരം വെളുത്ത് നോക്കിയപ്പോൾ, ഇച്ചിരി കഴിഞ്ഞ് നോക്കിയപ്പം അപ്പുറം ചാക്കോച്ചൻ അവിടെ ഇല്ല. ഇപ്പുറത്തുള്ള മറിയാമേ ശോശാമേ ഉണ്ടായിരുന്നു, മറിയാമേ കണ്ടില്ല. നേരം വെളുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടും. ലക്ഷോപലക്ഷം ദൈവമക്കൾ ഈ ഭൂമിയിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകും. ആ കാഹളത്തിൻ്റെ ശബ്ദം അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു. അന്ന് രണ്ടുപേർ ഒരു കിടക്കമേലായിരിക്കും, 2 പേർ വയലിലിരിക്കും, 2 പേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരാൾ വീതം എടുക്കപ്പെടും.
നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും വലിയ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന ദിവസമെന്ന ഇന്ന് വരെ നാം കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത വലിയ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന ദിവസം എന്നറിയാമോ? വിശുദ്ധന്മാർ ഭൂമിയിൽ പോകുമ്പോഴാണ്. കാരണം വിശുദ്ധന്മാർ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാഹളം കേട്ടാൽ രക്ഷിക്കപ്പെട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ഡ്രൈവറാണെങ്കിൽ അദ്ദേഹം എടുത്തുകൊള്ളപ്പെടും. ആ ബസ്സിലിരിക്കുന്ന മുഴുവനെണ്ണം ചാകും. രക്ഷിക്കപ്പെടാത്ത മുഴുവനെണ്ണം എന്ത് ചെയ്യും? ചത്തുപോകാനിടയായിത്തീരും. ട്രെയിൻ ഓടിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്ലെയിൻ ഓടിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കണമേ, അന്ന് ഭൂമിയിൽ വലിയ ദുരന്തം സംഭവിക്കുമ്പോൾ, ലോകം ഞെട്ടിവിറയ്ക്കുമ്പോൾ നമുക്കൊന്നറിയാം. ഒരു ലോക മനുഷ്യനാണെങ്കിലും ചിലർക്കറിയാം ഇത് ദൈവമക്കൾ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവമക്കൾ, വിശുദ്ധന്മാർ കവലകളിൽ, ദൈവസഭകളിൽ, കൺവെൻഷനുകളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. യേശു വരുമെന്ന്, യേശു വരുമ്പോൾ വിശുദ്ധന്മാർ കടന്നു പോകുമെന്നുള്ള വാർത്ത ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ സുവിശേഷം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. യേശു വന്നു, അവർ പോയി. ഈ ലോകത്തിൻ്റെ ഭരണസ്ഥിതി മാറിപ്പോകും. അടുത്ത നിമിഷം ഇവിടെ ആര് ഭരിക്കാൻ വരും? അന്തിക്രിസ്തു. ക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 15:57 വാക്യം ഒന്ന് വായിച്ച്, 51 മുതൽ വായിച്ചാട്ടെ. ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം, രഹസ്യം നിങ്ങളോട് പറയാം. നാം എല്ലാവരും മരിക്കത്തില്ലെന്ന്. പിന്നെ എന്നാൽ അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണി വയ്ക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നോക്കിക്കേ, കണ്ണി വയ്ക്കുന്ന ഇടയിൽ. നമ്മൾ കണ്ണടച്ച് പറഞ്ഞാൽ നമുക്കറിയാം എത്ര നേരം ഉണ്ടെന്ന്. ഈ സമയം കൊണ്ട് എന്ത് നടന്നിരിക്കും? രൂപാന്തരം നടന്നിരിക്കും. അടുത്തത്, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും എന്നാൽ രൂപാന്തരപ്പെടുകയും ചെയ്യും. അടുത്തവിടെ, ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരിച്ചുപോയ വിശുദ്ധന്മാരെല്ലാവരും മരണത്തെ വെല്ലുവിളിക്കും. മരണമേ, നീ വിചാരിച്ചു ഞങ്ങളെ ഇവിടെ ഒതുക്കി വയ്ക്കാമെന്ന്, ഞങ്ങളെ ഇവിടെ കീഴ്പ്പെടുത്തി വയ്ക്കാമെന്ന് നീ വിചാരിച്ചു. എന്നാൽ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ ജയിച്ച് മരിച്ചുപോയ വിശുദ്ധന്മാർ അവർ ഉയർത്തെഴുന്നേറ്റ് വരുവാനിടയായിത്തീരും. അടുത്തത്, ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? ജീവനോടെ ശേഷിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ മരണത്തെ നോക്കി ഇങ്ങനെ വിളിച്ചു പറയും, നീ എന്നെ ഒത്തിരി ക്ലേശിപ്പിച്ചു, നീ വളരെ കഷ്ടത്തിലാക്കി, നീ എന്നെ വളരെ രോഗത്തിലാക്കി, നീ എന്നെ എടുത്തു കളയുവാൻ ഒരുങ്ങി. എന്നാൽ ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയം വിളിച്ചുകൊണ്ട് വിശുദ്ധന്മാർ ഇവിടെ നിന്ന് പറന്നു പോകുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് 4:1 കൂടെ അങ്ങനെയുള്ള ദൈവമക്കൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. വെളിപ്പാട് 4:1. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നതും ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദമാണ്. വിജയധ്വനി മുഴങ്ങുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ നമ്മളെവിടെ പോകും? നമ്മളെവിടെ പോകും? അത് പറയില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി പറയാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ എല്ലാം ജനങ്ങൾ വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊക്കെ നല്ല ദൈവമക്കളെ അല്ലേ?
നിങ്ങളുടെയൊക്കെ സ്നേഹവും സന്തോഷവും സഹകരണവും ഒക്കെ എനിക്ക് നല്ലതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ദൈവവചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ പ്രത്യാശയുടെ ഒന്ന് വർദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. വിശ്വാസി എവിടെയാണ്? വിശ്വാസി സ്വർഗത്തിലെത്തി. കാഹളം തുരിച്ച് ഇവിടേക്ക് കയറി വരുവീൻ എന്നുള്ള ആ ശബ്ദം മുഴങ്ങുമ്പോൾ വിശുദ്ധന്മാരെല്ലാവരും ഭൂമിയിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുവാൻ ഇടയായിത്തീരും. വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുത്തു കൊള്ളപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ സന്തോഷം പിന്നെ എന്തുവാ പ്രിയമുള്ളവരെ? അവിടുത്തെ ആനന്ദം എത്ര വലിയ ആനന്ദമാണ്. നമ്മുടെ സന്തോഷം പൂർണ്ണമായി തീരുന്ന ദിവസമല്ല. ഇന്ന് നമ്മുടെ കണ്ണിൽ കണ്ണുനീരുണ്ട്, ഇന്ന് നമ്മുടെ ശരീരത്തിൽ വേദനകളുണ്ട്, നിങ്ങൾ പലതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെ സകല ചിന്തകളും പോയി. ഈ ലോകത്തിൽ നാം അനുഭവിച്ച കഷ്ടതകളെല്ലാം മറന്നു പോകുന്നു, എല്ലാ വേദനകളും മറന്നു പോകുന്നു. നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്വർഗത്തിലായിരിക്കുന്നത് എത്രയോ സന്തോഷമാണ്. നാം പാടുമല്ലോ, എന്തെന്തു സന്തോഷമെന്തെന്തു സന്തോഷമെന്തെന്തു സന്തോഷമുണ്ടായ അവർക്ക്, എന്തെന്തു സന്തോഷമെന്തെന്തു സന്തോഷമെന്തെന്തു സന്തോഷമുണ്ടായവർക്ക്. അങ്ങനെ സ്വർഗത്തിലേക്ക് നാം എടുത്തുകൊള്ളപ്പെടുമ്പോൾ നമ്മുടെ തിരുവത്താഴത്തിൽ പ്രിയ കർത്തൃദാസൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്ന ഒരു വേദഭാഗമുണ്ടല്ലോ, അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. ദൈവം തൻ്റെ ഓമനപുത്രനെ, ഓമനകുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ചു. എന്നെയും നിന്നെയും വീണ്ടെടുക്കുവാൻ, എന്നെയും നിൻ്റെയും പാപക്കറകളെ കഴുകിക്കളയുവാൻ ദൈവം തൻ്റെ ഓമനകുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നമുക്ക് വേണ്ടി കഷ്ടങ്ങൾ സഹിച്ചു. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി എന്ന് പറയണം, നമുക്ക് വേണ്ടി എന്ന് പറയാതെ. എൻ്റെ പ്രാണപ്രിയൻ സഹിച്ച കഷ്ടത, വേദന എനിക്ക് വേണ്ടിയായിരുന്നു. അവനേറ്റിയ അടി എനിക്ക് വേണ്ടിയായിരുന്നു. അവൻ്റെ പുറം ഉഴവുചാല് പോലെ നീളത്തിൽ കീറിയത് എനിക്ക് വേണ്ടിയായിരുന്നു. അവൻ തലയിൽ മുൾക്കിരീടം ധരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു. അവൻ്റെ മുഖത്തും രോമങ്ങൾ പറിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയായിരുന്നു. അവൻ തുപ്പലേൽക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയായിരുന്നുവെന്ന് നാം ഓരോരുത്തരും ഓർക്കണം. ഓർക്കുക, ഈ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. ഇവിടെ ഒരുത്തൻ ഒരു മൂട് കപ്പ പറിച്ചു, അതിനൊരു 25 കിലോ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം ഫേസ്ബുക്കിലെല്ലാം വരും, അവൻ കൃഷി ചെയ്തു 25 കിലോ കപ്പ, കണ്ടു, എല്ലാവരും കണ്ടു. എന്നാൽ അങ്ങനെയുള്ള ഒരു സന്തോഷമല്ല നമ്മുടെ കർത്താവിനുള്ളത്. രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ വിശുദ്ധന്മാർ ഉയരത്തിൽ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ സന്തോഷം പൂർണ്ണമാകുകയാണ്. ആ കൂട്ടത്തിൽ കർത്താവിൻ്റെ സന്തോഷം മാത്രമല്ല പൂർണ്ണമാകുന്നത്, നമ്മൾക്കും സന്തോഷമായി, നമുക്കും വലിയ സന്തോഷമായി. നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് ആയിരിക്കുന്ന ആ നല്ല സുദിനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ കർത്താവ് സന്തോഷിക്കുന്നു, സ്വർഗത്തിൽ എടുക്കപ്പെട്ട നമ്മൾ സന്തോഷിക്കുന്നു, അടുത്ത പിതാവായ ദൈവം സന്തോഷിക്കുന്നു. ഞാൻ എൻ്റെ ഓമനപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് എൻ്റെ പുത്രൻ എനിക്ക് വേണ്ടി കടന്നുപോയി, ഇനി മാനവജാതിക്ക് വേണ്ടി കഷ്ടം സഹിച്ച ആ ദിവസം, ആ നാളുകളെ ദൈവം ഓർത്തു. ദൈവത്തിന് സന്തോഷം പൂർണ്ണമായി തീരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, പാപിയായ മനുഷ്യനെയും നീതിമാനായ ദൈവത്തെയും തമ്മിൽ സംയോജിപ്പിക്കുന്ന, കൂട്ടിച്ചേർക്കുന്ന ഏക സ്ഥലം കാൽവറി ക്രൂശാണ്. ക്രൂശിൽ കൂടെ അല്ലാതെ ഒറ്റ മനുഷ്യനും രക്ഷ പ്രാപിക്കുവാൻ കഴിയില്ലെന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ്, എത്ര സന്തോഷമാണ് നാം അനുഭവിക്കുന്ന ആ സന്തോഷം. എന്നിട്ട് കർത്താവ് തൻ്റെ പ്രയത്നഫലം കണ്ട് സന്തോഷമാകുകയും, ദൈവത്തിന് സ്തോത്രം, സ്വർഗം സന്തോഷിക്കുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, പഴയ നിയമ വിശുദ്ധന്മാർ എല്ലാം ആ കൂട്ടത്തിലുണ്ട്. ആ സന്തോഷ സുദിനത്തിൽ ദൈവസഭ എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ
ഹാബേൽ മുതൽ മരിച്ചുപോയ സകല വിശുദ്ധന്മാരും അന്ന് അവിടെയുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സന്തോഷം, പഴയ നിയമ വിശുദ്ധന്മാർ സന്തോഷിക്കുന്നു, ദൂതന്മാർ സന്തോഷിക്കുന്നു, നമ്മെ സംരക്ഷണ ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ടല്ലോ, അവരൊക്കെ സന്തോഷിക്കുന്ന ആ നല്ല സുദിനം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് ഇവിടെ. സ്വർഗത്തിലെത്തിയാൽ പ്രിയ കർത്തൃദാസൻ മുമ്പേ ഓർപ്പിച്ചു, ഒരു ന്യായവിധിയുണ്ട്. എന്നുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ, നാം കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നു, അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നിൻ്റെ കരം ബലപ്പെട്ടിരിക്കുമോ എന്ന് നീ ഒന്ന് ചിന്തിച്ചോണം. പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിൻ്റെ കരം ബലപ്പെട്ടിരിക്കുമോ. ഇന്ന് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെയുണ്ട്. ദൈവനാമത്തിന് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവസഭയുടെ ദൈവീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നാം ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ മറന്നുപോയാലും, അന്ന് നീ ചെയ്ത കാര്യം മറന്നുപോയാലും, മറന്നുപോകാത്തൊരു സ്വർഗമുണ്ട്. അവിടെ ഒരു ഓർമ്മയുടെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നിൻ്റെ പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം സകല ഓർത്ത് നിനക്ക് പ്രതിഫലം തരുന്ന ആ നല്ല സുദിനം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. എന്നാൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ സ്നാനപ്പെട്ട് വരുമ്പോൾ ഇങ്ങനൊരു തല കൈവച്ച് പറയുമല്ലോ, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. ദൈവസന്നിധിയിൽ, ദൈവീയ ആരാധനയിൽ, ദൈവീയ പ്രവർത്തനങ്ങളിൽ ദൈവമക്കളെ വിശ്വസ്തരായി നമുക്കിരിക്കണം. ദൈവം നിന്നെ ആക്കിയ സ്ഥാനത്ത്, ദൈവം നിന്നെ നിർത്തിയ സ്ഥാനത്ത് വിശ്വസ്തതയോടുകൂടെ നിന്ന് കർത്താവിന് എതിരേൽപ്പാനിടയായിത്തീരണം. അന്ന് നമ്മുടെ കരം ബലപ്പെട്ടിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വീണ്ടും ഞാൻ ചോദിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം.